താൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന കാലത്ത് എന്തിനും ഏതിനും CPM ആയിരുന്നു തിട്ടൂരം പുറപ്പെടുവിച്ചിരുന്നത്. അതായത് ഒന്ന് അനങ്ങണമെങ്കിൽ, ഒന്ന് എഴുന്നേൽക്കണമെങ്കിൽ, ഒന്ന് നടക്കണമെങ്കിൽ, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ CPMലെ ഒരു കോക്കസ്, ഒരു കൂട്ടായ്മ, അതിൽ പ്രമുഖരുണ്ട്, അതിപ്രമുഖരുണ്ട്, സാധാരണക്കാരുണ്ട്. പറയുന്നത് വേറാരുമല്ല, പത്മകുമാർ. CPM ഇദ്ദേഹത്തെ പുറത്താക്കുകയാണ്. ഇദ്ദേഹം സ്വയം പുറത്തു പോവുകയാണ് എന്നും നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തെ പുറത്താക്കുകയാണ്, അദ്ദേഹത്തെ തള്ളിപ്പറയുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് അന്ന് ജയിലിൽ കിടന്നിട്ടും തള്ളിപ്പറഞ്ഞില്ല, ഒപ്പം നിർത്തി എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ശബരിമലയിലെ മേൽശാന്തി നിയമനം, അതുപോലെ വിവിധയിടങ്ങളിലെ പ്രധാനപ്പെട്ട നിയമനങ്ങൾ, ഇതിലൊക്കെ തന്നെ CPM നേരിട്ട് ഇടപെട്ടു. അതുപോലെ തന്നെ പാർട്ടി ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പും നടത്തി കെട്ടിടങ്ങളടക്കം കെട്ടിപ്പൊക്കി വാടകയ്ക്ക്, ലക്ഷങ്ങൾ വാടകയ്ക്കും, അതുപോലെ ഓഡിറ്റോറിയങ്ങളും ഒക്കെ തന്നെ ഇതുപോലെ CPM നേതാക്കൾ തന്നെ ഇടപെട്ട് ദേവസ്വം ബോർഡിൻ്റെ പണം കൊണ്ട് പലയിടത്തായി പൊക്കിക്കൂട്ടിയതായും ഒക്കെ തന്നെ പത്മകുമാർ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പത്മകുമാറിൻ്റെ വെളിപ്പെടുത്തൽ അവസാനിക്കുന്നില്ല. ദൈവതുല്യൻ ആര് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പിണറായിയുടെ അയ്യപ്പ കോപം പിന്തുടരുന്നുവോ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. ശബരിമല മേൽശാന്തി നിയമനത്തിൽ അടക്കം വഴിവിട്ട് ഇടപെട്ടു എന്ന ഗുരുതര വെളിപ്പെടുത്തലുമായി പത്മകുമാർ രംഗത്ത് വരികയാണ്. താൻ പറയുന്നയാളെ ശബരിമല മേൽശാന്തിയായി നിയമിക്കണമെന്ന് അന്നത്തെ മന്ത്രി ശുപാർശ കത്ത് നൽകിയതായിട്ടാണ് പത്മകുമാറിൻ്റെ വെളിപ്പെടുത്തൽ. അന്നത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ്. പാർട്ടിയുമായി പൂർണ്ണമായി തെറ്റിപ്പിരിഞ്ഞ് രണ്ടും കൽപ്പിച്ച് പുറത്തു വരുന്ന പത്മകുമാറിൻ്റെ ഈ പുതിയ നീക്കങ്ങൾ CPM നേതൃത്വം ആശങ്കയോടെയാണ് നോക്കുന്നത്. ഈ വാക്കുകൾ ആശങ്കയോടെയാണ് CPM നോക്കുന്നത്. തൻ്റെ പക്കലുള്ള മന്ത്രിയുടെ ഈ വിവാദ ശുപാർശക്കത്ത് ഉടൻ പുറത്തിറങ്ങാനിരിക്കുന്ന ആത്മകഥയിലൂടെ പരസ്യമാക്കുമെന്ന് പത്മകുമാർ ചില സുഹൃത്തുക്കളോട് വ്യക്തമാക്കി. ഇതോടൊപ്പം പത്മകുമാർ നടത്തിയ ദൈവതുല്യൻ പരാമർശം CPM സംസ്ഥാന നേതൃത്വത്തിലെ അതീവ ഉന്നതനായ ഒരു നേതാവിനെതിരെയാണ് ഉള്ളത് എന്ന് രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് സൂചന ലഭിക്കുന്നു. തലസ്ഥാനത്തെ പ്രമുഖ പാർട്ടി മന്ദിരത്തിൻ്റെ നിർമ്മാണത്തിന് തട്ടിപ്പ് പണം ഉപയോഗിച്ചു എന്ന പുതിയ ആരോപണമുണ്ട്. അതുപോലെ തന്നെ നിരവധി സ്ഥലങ്ങളിൽ പലതും തട്ടിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ പണം CPM നേതാക്കൾ വാരിക്കൊണ്ടുപോയിട്ടുണ്ട്. കള്ളക്കണക്കുകൾ എഴുതി പലതും സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്, പലതും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതി ചേർക്കപ്പെട്ട പത്മകുമാറിനെതിരെ CPM കടുത്ത അച്ചടക്ക നടപടിക്ക് ഒരുങ്ങുകയാണ് എന്നാണ് വാർത്തകൾ. പക്ഷേ നേരത്തെ ചോദിച്ചതുപോലെ നേരത്തെ ഈ അച്ചടക്ക നടപടി എന്തുകൊണ്ടുണ്ടായില്ല? അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റി അംഗമായി തന്നെ തുടരാൻ അനുവദിച്ചു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൽ നിന്ന് എല്ലാം കിട്ടിക്കഴിഞ്ഞോ? അല്ലെങ്കിൽ അദ്ദേഹത്തോട് വേറെന്തെങ്കിലും തരത്തിലുള്ള വിരോധമുണ്ടോ? ശബരിമല യുവതികൾ പ്രവേശിച്ചതുമായി ബന്ധപ്പെട്ട വിവാദ സംഭവങ്ങളിലും പാർട്ടിക്കുള്ളിലെ ഉന്നതരുടെ ഇടപെടലുകൾ ഉണ്ടായതായി പത്മകുമാർ തുറന്നടിക്കുന്നുണ്ട്. യുവതീ പ്രവേശനം നടന്ന ദിവസം തന്നെയും അന്നത്തെ ADGP ശ്രീജിത്തിനെയും ബോധപൂർവം ശബരിമലയിൽ നിന്ന് മാറ്റി നിർത്തുകയായിരുന്നു എന്ന് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതൊരു വലിയ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത്തരം നടപടികൾ ഉണ്ടായത്. യുവതീ പ്രവേശനം നടക്കുന്നതിൻ്റെ തലേദിവസം രാത്രി ശബരിമലയിലേക്ക് പോവുകയായിരുന്ന തങ്ങളെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു പ്രമുഖൻ വിളിച്ച് അടിയന്തരമായി തലസ്ഥാനത്തേക്ക് മടങ്ങാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇതനുസരിച്ച് അർദ്ധരാത്രിയോടെ തലസ്ഥാനത്ത് തിരിച്ചെത്തി പ്രമുഖൻ്റെ വീടിന് മുന്നിൽ എത്തിയെങ്കിലും തങ്ങളെ അകത്തേക്ക് കയറ്റിവിടാൻ പോലും തയ്യാറായില്ല. ഒടുവിൽ മാധ്യമങ്ങളിലൂടെ മാത്രമാണ് താനും യുവതീ പ്രവേശന വാർത്ത അറിഞ്ഞത് എന്നൊക്കെയാണ് അദ്ദേഹം നേരത്തെ വെളിപ്പെടുത്തിയത്. വലിയ ഒരു ബോംബാണ് പൊട്ടാനിരിക്കുന്നത്, അല്ലെങ്കിൽ പൊട്ടിക്കാനിരിക്കുന്നത് എന്ന സൂചന നൽകിക്കൊണ്ടാണ് പ്രാഥമികമായി ഇത്തരം കാര്യങ്ങൾ പത്മകുമാർ വെളിപ്പെടുത്തിയത്. ബാക്കി കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ അദ്ദേഹം, അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ പോലും അദ്ദേഹം വെളിപ്പെടുത്താനുള്ള സാധ്യത കൂടി വരികയാണ്. CPMൽ AKG സെൻറ്ററിൽ ഇപ്പോഴേ പുകച്ചിൽ തുടങ്ങിയിരിക്കുന്നു. ആരുടെയൊക്കെ പേര് പത്മകുമാർ വിളിച്ചു പറയും, ആരൊക്കെ ഇതിൽ ഉൾപ്പെട്ടു, എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യമൊക്കെ ഇദ്ദേഹം എങ്ങനെ വിളിച്ചു പറയും, ആർക്കൊക്കെ ആരുടെയൊക്കെ തലയുരുളും എന്നുള്ളത് ഇപ്പോഴേ ആശങ്കയോടെ, ഭീതിയോടെ CPM നേതാക്കൾ ഉറ്റുനോക്കുകയാണ്. അതിൽ കടകംപള്ളി സുരേന്ദ്രനുമുണ്ട്, പിണറായി വിജയനുണ്ട്, അങ്ങനെ പ്രമുഖരായ പലരുമുണ്ട് എന്നാണ് സൂചനകൾ.